നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരാളുണ്ടാവും, എ പേഴ്സൺ ഹൂ ഇസ് വെരി ബോൾഡ്. പല വീടുകളിലും അമ്മമാരാണ്, ചിലയിടത്ത് ചേച്ചിമാരാണ്, ചിലയിടത്ത് കൂട്ടുകാരാണ്, ചില വർക്ക് പ്ലേസിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സാണ്. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഉള്ളിൽ ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവാം, ഉള്ളിൽ ചിലപ്പോൾ കരയുന്നുണ്ടാവും, പക്ഷെ ഇതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ ബോൾഡായിട്ട് കാര്യങ്ങളെ കാണുന്ന ആൾക്കാരുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങൾ ഒന്ന് നോക്കാം. നമ്പർ 1, ഇവർ വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ പല ആൾക്കാർക്കും പല രീതിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പല ആൾക്കാരും ബോൾഡ് ആവേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അവർ പോലും പ്രതീക്ഷിക്കാതെ ഒരുപാട് ഡ്രോബാക്സ് അവരുടെ ലൈഫിൽ വരുമ്പം അതിനെതിരെ നീന്തുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇതുകൊണ്ടുമാകാം ഇവർ ബോൾഡ് ആവുന്നത്. എന്തായാലും ഫസ്റ്റ് ഇവരുടെ ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ ദേ വിൽ ബി വെരി ഓണസ്റ്റ്. എന്തൊരു സാഹചര്യം ഇവരുടെ ലൈഫിൽ വന്നാലും അവർ അതിനെ ഒരു കള്ളത്തരം കാണിക്കാണ്ട് ഫേക്ക് ആവാണ്ട് കഴിയുന്നതും ഓണസ്റ്റായിട്ട് അവർ ഡിസിഷൻസ് എടുക്കാനും ഓണസ്റ്റായിട്ട് അവർ കാര്യങ്ങളെ കാണാനും അവർ ശ്രമിക്കും, വിച്ച് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് ട്രേറ്റ്. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക, സോപ്പിടുക, ഇതൊന്നും അവരുടെ ഒരു ട്രേറ്റ് അല്ല. ഞാൻ ഇങ്ങനെയാണ്, ദിസ് ഇസ് വാട്ട് ഐ ആം, വേണമെങ്കിൽ നിങ്ങൾ എഗ്രി ചെയ്തോ ഇല്ലേ, ഞാൻ ഓണസ്റ്റാണ്, ഇങ്ങനത്തെ ഒരു വട്ടാണ് അവർക്ക്. നമ്പർ 2, കഴിയുന്നതും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ശ്രമം അവരെപ്പോഴും നടത്തും. എന്ന് വെച്ചാൽ ഒരാളുടെ മുമ്പിൽ കലകുഴിഞ്ഞു പോകല്ലോ എന്ന് ഓർത്തിട്ടല്ല, വേണ്ട എനിക്ക് അതിന് ആവശ്യമില്ല, ഞാൻ എന്തൊരു കാര്യവും ഡിസിഷൻസ് എടുക്കാൻ എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ളൊരു നിലപാടിലായിരിക്കും ഇതിൽ 99% ആൾക്കാരും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്പർ 3, ഇവർക്ക് സെൽഫ് ഡൗട്ട് കുറവായിരിക്കും. ആ കാര്യം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഇതെന്തെന്നറിയാമോ? ഈ സെൽഫ് ഡൗട്ട് എപ്പോഴും വരുന്നത് നമ്മൾ കോൺഫിഡൻസ് അവിടെ കുറയുമ്പോഴാണ്. കാര്യം എന്തെങ്കിലും ഒരു കാര്യം റിസ്ക് ഏറ്റെടുക്കാൻ ഒരു മടി വരുമ്പം. ഇപ്പം ബോൾഡായിട്ടുള്ള ഒരാൾക്കാരുടെ ഇപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ പല മനുഷ്യരല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളും തളർന്നു പോവും, നമുക്ക് ഉള്ളിൽ ആ ഒരു സങ്കടവും കരച്ചിലും ഒക്കെ വരും. എന്നിരുന്നാൽ പോലും നമ്മളിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിൽ യു ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്, ആൻഡ് ദാറ്റ്സ് ആക്ച്വലി എ വണ്ടർഫുൾ ക്വാളിറ്റി ഓഫ് ബോൾഡ് പീപ്പിൾ. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ ഒരു കുട്ടി വന്നിരുന്നു സെഷൻ എടുക്കാൻ. അപ്പം മുഖം കണ്ടപ്പോഴേ നമുക്ക് ആൾ നല്ല ബോൾഡാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഒരുപാട് നേരം ആളോടൊന്ന് സംസാരിച്ചിട്ടും ആളുടെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് ബോൾഡായിട്ട് മുഖത്ത് നോക്കി നമ്മുടെ കണ്ണ് നോക്കി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇമോഷണൽ ഉള്ളിലാണെങ്കിലും അത് പുറത്ത് കാണിക്കാൻ, കരയാൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല ആളുടെ ഉള്ളിൽ തന്നെ. അത് ആ ഒരു ട്രേറ്റിലോട്ട് ആൾക്ക് വരാൻ പറ്റത്തില്ല. പക്ഷേ അവസാനം സംസാരിച്ച് വന്നപ്പോൾ ആളുടെ കാര്യങ്ങൾ ഇങ്ങനല്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ കണ്ണിൽ കൂടി ഇങ്ങനെ ധാരധാര പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഷി വാസ് വെരി കറേജിയസ്. ഇതാണ് ഇവരുടെ അടുത്തൊരു ട്രീറ്റ്. ഒരു പക്ഷേ ആ ഇമോഷണലായിട്ട് മെൽറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു പോയിന്റിൽ അവരെത്തിയാൽ പോലും അവരൊരിക്കലും അവരെ തകർക്കാൻ അവർ സമ്മതിക്കില്ല. എന്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേൽക്കാനുള്ളൊരു കെൽപ്പ് അവർക്കുണ്ട്. ഒരു ഗ്രൂപ്പിലേക്ക് ചെന്ന് പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ വീടിൻ്റെ പല സാഹചര്യങ്ങളിലും പലരും ഇവരെ അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഇവർ ധാർഷ്ട്യമുള്ള ആളാണ് എന്നൊക്കെ ഒരു മുദ്ര കൊത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്തൊരു കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാനും അവരുടെ ഒരു അഭിപ്രായം തുറന്നു പറയാനൊന്നും ഇവർക്കൊരു മടിയില്ല. അപ്പം പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ഇവർക്കൊന്നും ഇച്ചിരി കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇടയ്ക്ക് ഇവർക്ക് ആ ഒരു ബാഡ് ഇമേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരെ ബോദർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പലപ്പോഴും നമ്മളല്ലാണ്ടാവുന്നത് അയ്യോ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അയ്യോ ഞാനെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, ഇവരെല്ലാവരും കൂടെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമുക്ക് ചെയ്യാമെന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇതാണ് എൻ്റെ ശരി, ഞാനിങ്ങനെ ചെയ്യൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു വിഷയമില്ല. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കൂടെ നിൽക്കുന്ന ആൾക്കാരോട് ചങ്ക് പറിച്ചു കൊടുക്കാനും അവർ തയ്യാറാണ്. ദിൽ ഓൾവേസ് ബി സിൻസിയർ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, പീപ്പിൾ പ്ലീസിങ് അല്ല, മറ്റുള്ളവരുടെ അടുത്ത് അവർ ചിലപ്പം അവർക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരിക്കാം, അവർ അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ അവരൊരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ അവരെപ്പോഴും കൂട്ടിച്ചേർത്ത് നിർത്താൻ. ഞാൻ പറഞ്ഞില്ലേ, വെളിയിലൊരു റഫ് ഇമേജ് ആയിരിക്കാം, പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ഒരുപാട് നല്ലതായിരിക്കും. കാര്യം സത്യസന്ധമായിട്ട് വളരെ കറേജിയസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അവർ റെഡിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. വെളിയിൽ അവർ റഫാണ് അല്ലെങ്കിൽ വെളിയിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കാരിയാണ്, ഇവനൊരു അതാണ് ഇതാണ്, നോ. എന്താണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഉള്ളിലെ അവരെന്താണ്, അവരെത്രമാത്രം സിൻസിയറാണ് നിങ്ങളുടെ അടുത്ത്, അവരുടെ സറൗണ്ടിങ്ങിൽ എത്രമാത്രം സിൻസിയറാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാര്യം എപ്പോഴും അവർ ചെയ്യുന്ന അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എപ്പോഴും നല്ലതായിരിക്കും. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവരോട് സിൻസിയറായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവർ 100 തവണ അങ്ങോട്ടും സിൻസിയറാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ടേക്ക് കെയർ.